വോട്ടേഴ്സ് പട്ടികയുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വോട്ടർ ഐ ഡിയിൽ നമ്മൾ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സെൻറ്ററുകളിലൊക്കെ വരുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഇന്നലെ രാവിലെ വരെയും നമ്മൾ പുതിയ വോട്ടേഴ്സ് ഐ ഡി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നു. അതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ ഒരാളിനെ നമ്മൾ ചേർക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് അമ്മ അതുപോലെ അവരുടെ വോട്ടർ ഐ ഡി വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ പുതിയ ആൾക്ക് ഒരു റെഫറൻസ് പോലെ കൊടുത്ത് ചെയ്യുന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് SIR ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഇന്നലെ വൈകുന്നേരം മുതൽ വോട്ടർ സൈറ്റിൽ അപ്ഡേറ്റ് ആയി. അപ്പോൾ ഇന്ന് മുതൽ ചെയ്ത ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി ഇപ്പോൾ ആ സൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കത് ചെയ്യണമെങ്കിൽ ഈ ഡിക്ലറേഷൻ ഫോമിൽ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെ വോട്ടർ ഐ ഡി കൊടുക്കണം. അതോടൊപ്പം തന്നെ അത് സെർച്ച് ചെയ്ത് ഈ SIR ഫോമിലുള്ളതാണെങ്കിൽ അവരെവിടെയാണ് 2002 അവരുടെ പോളിംഗ് ബൂത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതും അവരുടെ പാർട്ട് നമ്പറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും 2002 ഡേറ്റ വേണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2002 ഡേറ്റ നിങ്ങളായിട്ട് ആ സൈറ്റിൽ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ അക്ഷയ സെൻറ്ററിലായിക്കോട്ടെ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അല്ലാത്ത പക്ഷം ഈ സംഭവം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ ഡേറ്റ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഈ ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ആവുകയും മറ്റും ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ അതിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവരെ ആളുകൾ ഒന്ന് സഹകരിക്കുക. അതുപോലെ തന്നെ പഴയ ഇത് തിരുത്തലും ഇപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ പ്രമാണിച്ച് എന്തോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാൻ വരുന്ന ആളുകൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പഴയ വോട്ടർ ഐ ഡി നിങ്ങൾ കയ്യിൽ കരുതുക. ഒപ്പം ആ വോട്ടർ ഐ ഡിയിൽ ഇപ്പോഴത്തെ നമ്പർ ആയിരിക്കില്ല അവരുടെ. ഇപ്പം നേരത്തെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു പത്തനാപുരത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പത്തനാപുരത്തെ അവരുടെ ഐ ഡിയിൽ ഇപ്പോൾ 120 എന്നായിരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കിടക്കുന്നത്. 2002 അത് 114 അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വരാൻ. ഇപ്പോൾ 114 പത്തനാപുരം ആകുമ്പോൾ ഈ ആളിൻ്റെ ബൂത്ത് ഏതായിരുന്നെന്നും പിന്നെ അതുപോലെ തന്നെ ഈ ആളുടെ നമ്മുടെ പാർട്ട് നമ്പർ അത് 3 കൃത്യമായിട്ട് വേണം. അത് 3 കൃത്യമായിട്ടുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സൈറ്റിൽ അത് CEO.voters. എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് ഞങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരക്കുള്ള സമയത്താണെങ്കിൽ നല്ല പാടായിരിക്കും അത് ചെയ്യാൻ. അപ്പോൾ കഴിവതും ഈ ഒരു വിവരം നിങ്ങളത് എല്ലാവരിലും എത്തിക്കുക. പുതിയതായിട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ചും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയും 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയും പുതിയ ഐ ഡി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ 3-4 കേസുകൾ ചെയ്തപ്പോൾ കണ്ട ഒരു ഇഷ്യൂ ആണ്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.